ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരു ശനിയാഴ്ച ദിവസമാണ്, ഏകദേശം ഉച്ച സമയമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോവേണ്ടതായിട്ടുണ്ടായിരുന്നു, അത്യാവശ്യമായിട്ട് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഏകദേശം 12 മണിയായി. അപ്പോൾ എനിക്ക് ഇന്ന് എന്ത് വെക്കണം എന്ന് അറിയത്തില്ല, കാരണം അമ്പാടിയിൽ നിന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെക്കണോ, അതേ ചോറും എന്നത്തേയും പോലെ അങ്ങനെയൊക്കെ വെക്കണോ എന്തെങ്കിലും അങ്ങനെ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചൊരു കുക്കർ ബിരിയാണി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയുടെ റൈസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ കുറച്ച് ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുക്കർ ബിരിയാണി സെറ്റ് ആണെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കുക്കർ ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ ബിരിയാണിയും ചിക്കനൊക്കെ അല്ലാതെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗേസ്, എനിക്ക് ഈ വെള്ളത്തിൻ്റെ പരിവം അതൊന്നും എനിക്ക് അത്ര കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ഈ കുക്കറിൽ വെക്കുന്നത് കൊണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാനും അമ്പാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോയിട്ട് വന്നിട്ട് ബാക്കി നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിതാ ചിക്കൻ വാങ്ങിക്കുന്ന കടയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചിക്കനും വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണമായിരുന്നു, തൈര് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ തൈരും ഒക്കെ വാങ്ങിച്ചിട്ട്, അപ്പോൾ തൈര് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ മാമിയാണ് ഷോപ്പിൽ നിൽക്കണത്. അങ്ങനെ മാമിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തൈരും വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗെയ്സ്, ചിക്കനും തൈരും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി അവിടെയാണ് ഒതുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറി സാധനങ്ങൾ വയ്ക്കുന്ന വീഡിയോയാണ് അമ്പാടി എടുത്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇപ്പോൾ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന നമ്മുടെ വീട് എത്തുന്നതിന് മുമ്പുള്ള വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് താഴോട്ട് റോഡ് ഇറങ്ങി വരണം. റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ കയ്യിൽ കുരുമുളകില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് കുരുമുളകും കൂടെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിനുള്ള ചിക്കൻ മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ 3 ബോക്സിലാക്കി ഫ്രീസറിനകത്തേക്ക് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാം കൂടെ എടുക്കണ്ടല്ലോ, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ. അതിനുശേഷം ചിക്കനിലേക്ക് മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, തൈര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോഴും നല്ല അരപ്പ് നല്ല സെറ്റായിട്ടിരിക്കും സുഹൃത്തുക്കളെ. അതിന് ശേഷം വയ്ക്കുമ്പോൾ നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടാറുണ്ട്. നമ്മളിതാ ഈ ഒരു ബസ്മതി റൈസ് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗെയ്സ്. അപ്പോൾ എന്താ എന്തോ. അപ്പോൾ സുഹൃത്തുക്കളെ, കുക്കർ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മസാലയിലുള്ള ഈ കുറച്ച് ഐറ്റംസ് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ കടു പൊട്ടിച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഞാൻ പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാപ്സിക്കവും പിന്നെ പച്ചമുളകും കൂടെയാണ് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ക്യാപ്സിക്കം ഞാൻ പിന്നെ വീട്ടിലുള്ളത് കൊണ്ട് ആഡ് ചെയ്തതാണ്. ക്യാപ്സിക്കം ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കളർ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തക്കാളിക്കയും ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ കൂട്ടി വയ്ക്കണം. കാര്യം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും കുറച്ചൊന്ന് ചിക്കൻ ഒരു ജസ്റ്റ് ഒന്ന് വേവായി വരുമ്പോഴേ നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തത് അതിൻ്റെ ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ.
അപ്പം എന്ന് വെച്ചാൽ കുക്കറിൻ്റെ ഇതനുസരിച്ചും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്കൊരു ഇത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ചോ ഫാൾട്ടുകൾ സംഭവിക്കും. അപ്പോൾ തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മൾ റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം കേട്ടോ. ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തിള വന്നതിന് ശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ച് നമ്മുടെ വിസിലും കൂടെ ഇട്ട് ഒരു വിസിൽ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗെയ്സ് ഉച്ചയ്ക്ക് 3 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. കുക്കറിൽ ഒരു വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു വിസിലും പിന്നെ കുറച്ച് സമയം നമ്മൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായെന്നുള്ളത് നോക്കാം. കാര്യം ഫസ്റ്റ് ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് അളവും കാര്യങ്ങളും ഒന്നും എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കർ ബിരിയാണി എങ്ങനെയുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഗെയ്സ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അല്പം ടെൻഷനോട് കൂടിയാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. കാരണം ഫ്ലോപ്പായിപ്പോയി പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല ഗെയ്സ്. പക്ഷേ കുക്കർ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കനൊക്കെ നല്ല ജ്യൂസിയായിട്ട് നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് സലാഡും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വയറ് വിശന്നിരിക്കുകയാണ്. 3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാനും അമ്പാടിയും കഴിക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ഉണ്ടാവുമോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പപ്പടം ഇല്ലായിരുന്നു, സലാഡും കൂട്ടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഗെയ്സ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയ്ക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാനിത് ആരും വയ്ക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. യൂട്യൂബിൽ നോക്കി ഞാൻ വെച്ചതാണ്. സാധാരണ കൂടുതലും ഞാൻ അങ്ങനെ തന്നെയാണ് വീട്ടിൽ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വയ്ക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ അമ്മയോട് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ അമ്മയെ അങ്ങനെ വച്ച് നോക്കാത്തത് കൊണ്ട് അമ്മയുടെ പോലും ഒരിത് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താവുമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പായി പോയി അമ്മയുടെ വായിക്കുന്ന അത്രയും കേൾക്കാൻ ബിരിയാണി റൈസ് ചിക്കൻ അതിൽ ചേർക്കുന്ന സാധനങ്ങളെല്ലാം പാഴി പോകില്ല ഗേസ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കിടിലൻ ടേസ്റ്റ് ചേട്ടാ. നമ്മളെ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട് ഗേസ്. അടിപൊളി ടേസ്റ്റ്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഒരു രക്ഷയില്ല, അടാറ് ടേസ്റ്റ്. കഴിച്ചു തരാം. അപ്പോൾ ഗെയ്സ് സാറ്റാതിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്നൊരു തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുക്കർ ബിരിയാണി പരീക്ഷിച്ചതാണ്. സംഭവം ഒന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ വെച്ചത്. പക്ഷെ ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വയറ് വിശന്നിരുന്നതുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.